പിണറായി സർക്കാരിന്റെ ഭരണം ഉഷാറായി കണ്ടില്ലപ്പോ നമ്മളിപ്പോ എല്ലാവരും കണ്ടില്ലേ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടന്നത്, ഇനി എന്തൊക്കെ നടക്കാനുള്ളതൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇങ്ങനെയുള്ള ഈ ഇലക്ഷൻ സമയത്ത് പെണ്ണുങ്ങളെ ഇറക്കിയിട്ടുള്ള കളി, അതേപോലെ തന്നെ ശബരിമല ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇനി തുടർന്ന് ഇയാൾ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് പോകും നമ്മൾ. ഇത്തരം കാര്യം ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നതെന്തിനാ? ജനങ്ങളെ നോക്കാനാ? ജനങ്ങളെ തൊള്ളടിച്ചാലും അവമാനോ? എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ ആളിന്റെ എല്ലാം സൂപ്പറായി നടക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങൾക്കും ഡബിൾ വില കൂട്ടിയിരിക്കുകയാണ്. ഡബിൾ കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പാടാ. കറണ്ട് ചാർജ് ഇലക്ട്രിസിറ്റിന് വലിയ പ്രശ്നമുണ്ട്. ഇലക്ട്രിസിറ്റി ശരിക്കും പറയേണ്ട വിഷയം തന്നെ. ഇലക്ട്രിസിറ്റിന്റെ ജീവനക്കാര് ശരിക്കും ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ പലിശക്കാരെ പോലെ കൊള്ളയടിക്കുകയാണ്. എല്ലാവിധ മേഖലയിലും മൂപ്പര് പാവങ്ങളെ കൂടെ നിൽക്കുന്നത്. ക്ഷേമ പെൻഷന്, സ്കൂളുകള്, കോളേജുകള്, അതുപോലെ പിന്നെ കറണ്ട് ചാർജ്, വെള്ള ചാർജ്, ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതിലൊക്കെയുള്ള ജനങ്ങളെ പ്രതിഷേധം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത്. വിദേശക്കാർ കാണാനൊക്കെ കുഴപ്പമില്ല, സമയത്ത് വരണം പോരാ. എന്താ എനിക്ക് അക്കാത്തെന്ന് ചോദിച്ചിട്ട് വരും. എല്ലാ മേഖലയിലും കളവ്. ശബരിമലയിൽ വരെ കട്ടു. ഇനി എന്താ കക്കണ്ടിന്ന് ആലോചിച്ചുകൊണ്ട് നടക്കണേ. പിണറായി വിജയൻ സർക്കാർ ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. അടുത്ത 3ാമത്തെ ടേം വരും. പഞ്ചായത്ത് ഇലക്ഷനിലെ പരാജയം ഒന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ മുതൽ കട്ടോലേ ആരും രക്ഷപ്പെടൂല എന്ന് പറയാം. അത് റോഡായാലും പാലങ്ങളായാലും തോടായാലും അതുപോലെ നമുക്ക് വേണ്ട പെൻഷന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് അവർ ഇപ്പോഴത്തെ വേണം പോകുന്നത്. മോശം. എല്ലാ സാധനങ്ങൾക്കും വില കൂടി, അന്നത്തിനും വെള്ളത്തിനും എല്ലാത്തിനും വില കൂടിക്കണം. വളരെ മോശം. എന്തുകൊണ്ടാണ് വളരെ മോശം? വളരെ മോശം. ഈ അമ്പലം കൊള്ളയും അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ കൊട്ടുണ്ടില്ലേ. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമാകാൻ വേണ്ടി പോകുന്നു. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്തുകാരോടാണ്. ഇനി മലപ്പുറത്തുകാരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. 10 വർഷമായിട്ട് ഭരണത്തിൽ സാധാരണക്കാരെ പിന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭരണം വളരെ മോശം, പരാജയം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തുകൊണ്ട് വെച്ചാൽ ഈ തൊട്ടേന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും ഡബിള് 4 ഇരട്ടി വില കൂട്ടിയിരിക്കുകയാണ് സാധാരണ. അതേപോലെ തന്നെ നമ്മളെ മകള് ഒരു നിത്യരോഗിയാണ്. നിത്യരോഗി എന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്നില്ല. 10-20,000 റുപ്യ, 21,000 റുപ്യേൻ്റെ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണം. നേരെ മറിച്ച് അത് കാരുണ്യയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മരുന്നായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു ഇത് പൈസ അടക്കാത്തതുകൊണ്ട് ഈ മരുന്ന് തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും ഡബിൾ വില കൂട്ടിയിരിക്കുകയാണ്. ഡബിൾ കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പാടാണ്. നിത്യോപയോഗ സാധനത്തിന് ഡബിൾ വില കൂട്ടിയിരിക്കുക. ഇനി വീണ്ടും വരണോ? വീണ്ടും വരണ്ട. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ വരണം ഇവിടെ. എങ്ങനെ? നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു സർക്കാർ വരണം. അത് ഏത് സർക്കാരിന് വേണ്ടിയിട്ട് നല്ല ഭരണം ഈ സർക്കാരിനോട് നമുക്ക് ഒട്ടും താല്പര്യമില്ല. എന്തുകൊണ്ടാ? ഇതൊരു രാജഭരണമാണ്, ഒരു ഒറ്റയാൾ ഭരണമാണിത്. അതായത് പിണറായിന്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം. അതിൽ മറ്റേ മന്ത്രിമാർക്ക് ഒന്നും സ്കോപ്പില്ല. അവരുടെ ഒരു എന്താ പറയുക, ഒരു ഭരണം അല്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ മറ്റു മന്ത്രിമാർക്ക് അവകാശം അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ മുഖ്യമന്ത്രിന്റെ കൈകൂടിയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അതൊരു രാജഭരണമാണ്. പിണറായി സർക്കാരിന്റെ ഭരണം ഉഷാറായി കണ്ടില്ലപ്പോ നമ്മളിപ്പോ എല്ലാവരും കണ്ടില്ലേ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടന്നത്, ഇനി എന്തൊക്കെ നടക്കാനുള്ളതൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇതന്നെയാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ഉഷാറ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ സംരക്ഷകരാന്ന് പറഞ്ഞ് അവർ പറഞ്ഞേക്കാണ്ട് ഇത്രത്തോളം വർഗീയ വിഷയം ചീറ്റിയ വെള്ളാപ്പള്ളി നടേശന സ്വന്തം കാറിൽ മറ്റേ മൂപ്പര ഔദ്യോഗിക വാഹനത്തിലാണ് ആനയിച്ചു കൊണ്ടിട്ടുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുന്നത്തെ എന്തോ ഒരു കളമശ്ശേരി സ്ഫോടനം ഉണ്ടായി. അന്ന് ആ സ്ഫോടനം നടന്ന ആളെപ്പറ്റി ഒരു മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല, ഉണ്ടാതെന്നു. അതിന് വേണ്ടി അതിൻ്റെ മുന്നേ എന്തോ ഒരു ചെറിയ സംഭവം ഉണ്ടായി. എന്തോ ഒരു ഫാദറിന് പിന്നെ 2 കുട്ടികൾ വണ്ടി തട്ടിച്ചു എന്ന് പറഞ്ഞേക്കാണ്ട് അന്ന് മൂപ്പർക്ക് മുസ്ലിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ മുസ്ലിം ഭീകരവാദികളാണ് അത് തട്ടിയത്. ഇത് ചെയ്തപ്പോൾ മൂപ്പരെ പറ്റി ഒരു വർത്താനം മൂപ്പർക്കില്ല. അന്ന് മൂപ്പരെ തൊള്ള എന്താ പറയുക, വായാം ഏതായാലും മറ്റേ അണക്കെട്ടിലെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഇത് തന്നപ്പോൾ മൂപ്പർക്ക് തൊള്ള നല്ല ഉഷാറായിട്ട് ചാടിപ്പൊന്ത് പിന്നെ പറയാൻ തുടങ്ങി മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരർ. എന്നാലും അവർ ന്യൂനപക്ഷ സംരക്ഷകരാണ്. ആ തെറ്റ് ആർക്കും വന്നാലും അത് തെറ്റാണ്, അത് തെറ്റായിട്ട് പറയണം. അത് ആരും സംഭവിച്ചാലും അത് തെറ്റ്. ഒരു വിഭാഗത്തിനെ മാത്രം എടുത്ത് പറയലും മറ്റേ വിഭാഗത്തിനോട് മുണ്ടാതെക്കലാണ് മൂപ്പരെ സമീപനം. എങ്ങനെയുണ്ട് ഭരണത്തെ വിലയിരുത്തുന്നത്? ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാരെ ഭരണത്തിന് സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷത്തിനെ ഈ കോലത്തിൽ സംരക്ഷിക്കുന്ന സ്വാഭാവികമായിട്ട് തന്നെയല്ലേ ഭരണത്തിനെ വിലയിരുത്തല്. അതിനപ്പുറം വേണ്ടല്ലോ, അതന്നെല്ലാം എല്ലാവരും പറയണ്ടേ. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വേറെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടത്. ഞാൻ അത്രത്തോളം അതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആളല്ല. എന്നിരുന്നാലും
പറയാണ് പറയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് നേരിൽ കാണുമ്പോൾ തന്നെയുള്ള കാണുമ്പോഴും അനുഭവ സമ്പത്തുകൾ കൊണ്ട് നമ്മൾ അറിയണ്ടല്ലോ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. വളരെ മോശം. അയാൾ ചെയ്യുന്നതെല്ലാം തെമ്മാടിത്തരാണെന്ന് പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അനുഭവസ്ഥരാണല്ലോ. ഇത്രയും കാലത്തെ ഭരണത്തില് അയാൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ, ഇങ്ങനെയുള്ള ഈ ഇലക്ഷൻ സമയത്ത് പെണ്ണുങ്ങളെ ഇറക്കിയിട്ടുള്ള കളി, അതേപോലെ തന്നെ ശബരിമല ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് നമുക്കത് ഞാനൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അത് മാറ്റണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാറണം. ഇനി തുടർന്ന് ഇയാൾ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് പോകും നമ്മൾ, അത് സംശയമില്ല. എന്താണ് ഭീകരത ഉണ്ടാവുക നിങ്ങളെ കാഴ്ചപ്പാടില്? ഭീകരമായ അവസ്ഥ നമുക്ക് ജീവിക്കാം. ഇപ്പോൾ എം മണി പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞത്, നമ്മളെ ഇതൊക്കെ എന്താ പറയാ, വാർദ്ധക്യ പെൻഷനും അതൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് അവര് മാറി കുത്തിയില്ലേ, തമ്മാടിത്തരം കാട്ടിയിലെ ഉറപ്പില്ലാത്ത പരിപാടികൾ നമുക്ക് പറഞ്ഞില്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് നല്ല ന്യായമായ രീതിയിലുള്ള ഭരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വളരെ ഉഷാറാണ്. എന്തുകൊണ്ടാണ് വളരെ ഉഷാറാന്ന് പറയുന്നത്? എല്ലാവിധ മേഖലയിലും മൂപ്പര് പാവങ്ങളെ കൂടെ നിൽക്കുന്നത്. ക്ഷേമ പെൻഷന്, സ്കൂളുകള്, കോളേജുകള്, ആസ്പത്രികള്, റോഡുകള്, എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ്. എന്തുകൊണ്ട് വളരെ ഉഷാറാന്ന് പറയുന്നത്? എല്ലാ രംഗത്തും സാധാരണക്കാർക്ക് സഹായകരമായ കാര്യങ്ങളാണ് മൂപ്പര് ചെയ്യുന്നത്. ഇനിയും ഒരു ഭരണം ഉണ്ടാവും എന്നുള്ള ഒരാഗ്രഹം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും മൂപ്പരിന്റെ വീണ്ടും അധികാരത്തിൽ വരും. സർക്കാരിന്റെ ഭരണം തന്നെ പൂർണ്ണ പരാജയം. എന്തുകൊണ്ടാണ് പൂർണ്ണ പരാജയം എന്ന് പറയുന്നത്? പരാജയം നടന്നുണ്ട്. എത്ര പ്രാവശ്യമാണ് ഇലക്ട്രിക് ചാർജ്, കറണ്ട് ചാർജ്? ഇലക്ട്രിസിറ്റിന് വലിയ പ്രശ്നമുണ്ട്. ഇലക്ട്രിസിറ്റി ശരിക്കും പറയേണ്ട വിഷയം തന്നെ. ഇലക്ട്രിസിറ്റിന്റെ ജീവനക്കാര് ശരിക്കും ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ പലിശക്കാരെ പോലെ കൊള്ളയടിക്കുകയാണ്. അത് ശരിക്കും ഇലക്ട്രിസിറ്റി ശരിക്കും ഈ ഭരണത്തിന് വലിയ രീതിയിലേക്ക് എടുത്തു പറയേണ്ട തന്നെയാണ്. അതായത് വെള്ളക്കരം. ഈ ഇലക്ട്രിസിറ്റി എനിക്കുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. സാധാരണ ഞാനൊരു AC ഫിറ്റ് ചെയ്തതിന് എനിക്ക് ഇട്ട ഫൈൻ എന്ന് പറഞ്ഞാൽ 65,000 രൂപ ഇട്ടത്. ഇവരെ ഈ നാറിയ ലെവലിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എനിക്കിട്ട് പണിത് വെച്ചതാ 65,000 രൂപ. എന്നിട്ട് അത് കുറച്ച് 23,000 ആക്കി. തെറ്റ് ചെയ്യാത്ത, കറണ്ട് കട്ടെടുക്കാത്ത എന്നെ അത് എടുത്തു പറയാം. അല്ല, ഇലക്ട്രിസിറ്റിന്റെ ഭരണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മോശമാണ് ഇലക്ട്രിസിറ്റി ഭരണം പറഞ്ഞതിന്റെ കാരണം. എങ്ങനെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഭരണം നല്ലതെന്ന് പറയാം. കാരണം ഈ അടിക്കടി ചാർജ് കൂട്ടുക. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വെറും ഫ്രീ കൊടുക്കുന്നത് 200 യൂണിറ്റ് ഫ്രീ. ഇവിടെ കൊള്ളയടിയാണ്. ഇവിടെ മറ്റു തമിഴ്നാട്ടിൽ നിങ്ങൾ നോക്കും, തമിഴ്നാട്ടിൽ ഒരു മാസത്തിലാണ് റീഡിങ് എടുക്കുന്നത്. അത് ഒരു മാസത്തിന് റീഡിങ് എടുക്കുമ്പോൾ ഇവിടെ 2 മാസത്തിന് റീഡിങ്. ഈ 2 മാസത്തിന് റീഡിങ് എടുക്കുമ്പോൾ എത്ര യൂണിറ്റ് കണക്കുണ്ട്. അതിന്റെ മേലെ പോയിട്ടുണ്ടെങ്കിൽ ചാർജ് കൂടും. ഇവിടെ കൊള്ളയടിയാണ്. വെള്ളക്കരത്തിന്റെ കാര്യത്തിലായാലും, പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്, സാധാരണക്കാരൻ്റെ ഒരു വീട് കെട്ടുന്നതിന്റെ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസ് നിങ്ങൾ നോക്കും. 600 രൂപ ഉണ്ടായിരുന്നു, 16,000 രൂപ. ഇങ്ങനെയൊക്കെയാണ്. കൊള്ളയടിയാണ്. യാതൊരു അടുത്ത തവണ ഈ ഭരണം വേണോ? ജനങ്ങൾ തീരുമാനിക്കണത്. അടുത്ത പ്രാവശ്യം ഭരണം വേണോ വേണ്ടത് ജനങ്ങളാ തീരുമാനിക്കും. പിണറായി വിജയൻ സർക്കാർ ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. അടുത്ത 3ാമത്തെ ടേം വരും. പഞ്ചായത്ത് ഇലക്ഷനിലെ പരാജയം ഒന്നും ഒരു വിഷയമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അത്രയും ജനക്ഷേമകരമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. റോഡ്, പാലം, സ്കൂൾ, ആശുപത്രി എല്ലാം പരിശോധിച്ചാൽ നമുക്കറിയാം 10 വർഷം കൊണ്ട് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ്. എന്ത് ഇപ്പൊ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് അത് മാറി വരും. കാരണം പിന്നെ പാർലമെന്റിൽ വന്ന മാറ്റമല്ല നിയമസഭയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മാറും. ഇത് കൊണ്ട് വിജയൻ സർക്കാർ മോശം എന്ന് പറയാൻ പറ്റില്ല. കഥ കഴിഞ്ഞില്ലേ? പിണറായി കഴിഞ്ഞില്ലേ? അതെന്താ പിണറായി കഴിഞ്ഞില്ലെന്ന് പറയുന്നത്? കഴിഞ്ഞ മാതിരിയല്ലേ ഇപ്പൊ തോറ്റിയില്ലേ? എന്തുകൊണ്ടാ പിണറായി കഴിഞ്ഞു എന്ന് പറയുന്നത്? എന്തായാലും ഒന്നാമത്തത് ഭരണം മോശം. ഭരണം മോശം എന്തുകൊണ്ടാ പറയുന്നത്? ഭരണം മോശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവത്തിന്റെ മുതലൊക്കെ കടക്കാൻ നിന്നാ പിന്നെ അതിലും വലുത് വലിയ കള്ളത്തരം എന്താ ഉള്ള ദുര്യാവിലുണ്ട്. ഏതാണ് ദൈവത്തിന്റെ മുതൽ കട്ടോലേ ആരും രക്ഷപ്പെടൂല എന്ന് പറയാം. അത് കടക്കാൻ കൂട്ടുന്നില്ലേ? അതന്നെ. പിണറായി സർക്കാർ 10 വർഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണമാണ്. എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ വണ്ടി, ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം വണ്ടിയാണ്. അത് റോഡായാലും പാലങ്ങളായാലും തോടായാലും അതുപോലെ നമുക്ക് വേണ്ട പെൻഷന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത തവണ ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി വലിയ രീതിയിലേക്കുള്ള വോട്ട് പ്രശ്നങ്ങളാണ് വന്നേക്കണേ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊന്നും പറയാനൊന്നുമില്ല. അതൊക്കെ എന്തായാലും 3ാമതും പിന്നെ പിണറായി സർക്കാർ 3ാമതും വരും, ഉറപ്പാ. എന്തുകൊണ്ടാണ് ഉറപ്പ് പറയുന്നത്? അത് അത്രയും ജനങ്ങൾക്ക് അത്രയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കണ്ട. ഇത് എന്തായാലും മാറി 4 മാസം കൂടെ ഉണ്ടല്ലോ.
അത് കഴിയുമ്പോഴേക്ക് സംഗതി മാറി മറിയുന്നത് ഉറപ്പാണ്. ഉറപ്പാണ്. ഒരു രീതിയിൽ തന്നെ പോകുള്ളൂ. അത് എന്തായാലും മൂന്നാമതും വേറെ സർക്കാരിനെ വരുള്ളൂ. വിദേശക്കാർ കാണാനൊക്കെ കുഴപ്പമില്ല, സമയത്ത് ഭരണം പോരാ, കാണാൻ കുഴപ്പമില്ല. ഭരണം പോരാ, എന്തുകൊണ്ടാ കാണാൻ കുഴപ്പമില്ല പറയുന്നത്? വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് പറയാം. എന്തുകൊണ്ടാ അങ്ങനെ കാര്യമില്ല എന്ന് പറയുന്നത്? പ്രവർത്തനങ്ങളൊന്നും നടക്കണില്ല, വികസനങ്ങൾ നടക്കണില്ല, മറ്റുള്ള കാര്യങ്ങളും ഇതിന് കൂടുതൽ ഉപദ്രവിക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന വിഷയമല്ലേ. ഇത്തരം കാര്യം ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അയാൾ ഇവിടെ എല്ലാത്തിനും വില കൂട്ടി അയാളെ പെണ്ണുങ്ങളെ കുട്ടികൾ സ്വത്തിനാക്കിയാൽ മതിയോ, ജോലി സ്വത്തിനാക്കിയാൽ മതിയോ? എന്താ അങ്ങനെ പറയുന്നത്? എങ്ങനെ പറഞ്ഞാൽ ഓരോ കുടുംബം ഞങ്ങൾ ഇവിടെ ചെണ്ടി നടക്കണു. ആര് തന്നെ ഇറക്കണം? ജോലിയില്ല, ഒന്നുമില്ലാത്ത കുറെ ആൾക്കാർ. അതന്നെ മോശം എന്താ പറയുന്നത്? മോശം, ഏറ്റവും മോശം. എന്തുകൊണ്ടാണ് ഏറ്റവും മോശം എന്ന് പറയുന്നത്? എന്റെ വരുമാനം മനുഷ്യന് ഇവര് എന്തിനാ ഇവിടെ ഒരു മന്ത്രിക്കാരുണ്ട്? ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നതെന്തിനാ? ജനങ്ങളെ നോക്കാനാ? ജനങ്ങളെ തൊള്ളടിച്ചാലും അവമാനോ? എന്തുകൊണ്ട് കൊള്ളയടിച്ചോ? മുഴുവൻ കൊള്ളടിച്ചു, മുഴുവൻ കൊള്ളടിച്ചു. ഈ നാടന്നെ കൊള്ളടിച്ചു. ഇനി എന്താ വേണ്ടത്? വളരെ മോശം. എന്തുകൊണ്ടാണ് വളരെ മോശം എന്ന് പറയുന്നത്? ഇപ്പൊ ഈ കടയിൽ തന്നെ നമുക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ സാധനത്തിന്റെ വില. ജനങ്ങളെ പിന്നെ ജീവിതത്തിൽ ഓരോ ദിവസം തള്ളി നീക്കണമെങ്കിലുള്ള പ്രയാസം, സാമ്പത്തികമായിട്ടുള്ള ഓരോ ബാധ്യതകൾ കരഞ്ഞു വരികയാണ്. അതുപോലെ പിന്നെ കറണ്ട് ചാർജ്, വെള്ള ചാർജ്, ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതിലൊക്കെയുള്ള ജനങ്ങളെ പ്രതിഷേധം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ഭരണത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നത്? ഭരണത്തെക്കുറിച്ച് വളരെ മോശം എന്ന് പറഞ്ഞില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല. ജനങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാന്നുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെങ്കിൽ എന്താ എനിക്ക് അക്കാത്തെന്ന് ചോദിച്ചിട്ട് വരും. എല്ലാ മേഖലയിലും കളവ്. കളവ് എന്ന് പറഞ്ഞാലും പോരാ, ഇപ്പൊ സ്വർണം വരെ ശബരിമലയിൽ വരെ കട്ടു. ഇനി എന്താ കക്കണ്ടിന്ന് ആലോചിച്ചുകൊണ്ട് എടുക്കണേ. പണ്ടിപ്പോ ഇതിന് നയതന്ത്ര ബാഗിലായിരുന്നു കട്ടിയത്, അതിപ്പോ രാജ്യസുരക്ഷാ ബാഗിൽ നിന്ന് വലിയ ഡെയിലി കട്ടുകൊണ്ടിരിക്കണം. അത് പിടിച്ചപ്പോ അപ്പൊ പറഞ്ഞ ജനങ്ങൾ എന്താന്നുള്ള അറിയില്ല. ഈ ഭരണത്തെ കുറിച്ച് എങ്ങനെ ഭരണം കളവിന്റെ ഭരണല്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അല്ലാതെ ജനങ്ങൾക്ക് വല്ലതും വേണം. ജനങ്ങൾക്ക് തൊട്ടതിനൊക്കെ വില കയറ്റം, ഒന്നിനായിട്ടല്ല എല്ലാ സംഭവം വില കയറ്റം. എന്താ ഉള്ളത്? എന്തെങ്കിലും വേണ്ടേ ഭരണത്തിനെ പറ്റി നല്ലത് പറയാന്? ഒന്നുമില്ല, സാധാരണക്കാരനെ കുഴപ്പമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. കുഴപ്പമില്ലാന്ന് എന്തുകൊണ്ടാ പറയുന്നത്? കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. സാധാരണക്കാരെ ആളുകൾക്ക് കൂടുതൽ മെച്ചമുള്ളതാ കാണുന്നത്. ഉപകാരമായിട്ട് തോന്നുന്നുണ്ടോ? സാധാരണക്കാർക്ക് ശരിക്കും ഉപകാരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിലുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടപെടലുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതാണ് ഇപ്പൊ ഇതിനേക്കാളുടെ തിരിച്ചടികൾ. വളരെ മോശമാണ്, വളരെ മോശം ഭരണം. അതുകൊണ്ടാണ് വളരെ മോശം എന്ന് പറയുന്നത്. വളരെ മോശം. എല്ലാ സാധനങ്ങൾക്കും വില കൂടി, കറണ്ടിനും വെള്ളത്തിനും എല്ലാത്തിനും വില കൂടിക്കണം. കറണ്ടിന് വില കൂടിയാ? കറണ്ട് പൈസ കൂടി, വെള്ളത്തിന് കൂടിക്കണം. കറണ്ട് പൈസ വലിയൊരു പ്രശ്നമാണ്. ഇത്ര തരംഗമായിട്ട് വന്നത് അതിന് അദ്ദേഹത്തിന്റെ ഭരണം മോശമായിട്ടാണ് UDF തരംഗമായിട്ട് കേരളത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് എന്താ പറയുക? മോശമാണ്, വളരെ മോശം ഭരണമാണ്. 5 കൊല്ലം ഉഷാറായിരുന്നു, 5 കൊല്ലം വളരെ മോശമാണ്. 5 കൊല്ലം എന്താണ് ഉഷാറായെന്ന് പറയുന്നത്? 5 കൊല്ലം വെള്ളത്തിനും കറണ്ട് ബില്ലൊന്നും വല്ലാതെ ഓവറായിട്ട് വന്നിട്ടില്ലായിരുന്നു. ഇന്നത്തെ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എല്ലാ സാധനങ്ങൾക്കും ഇപ്പം എല്ലാ സാധനങ്ങൾക്കും വിലയാണ്, ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനത്തെ വളരെ ആളുകൾ തിരിച്ചടിച്ചു. വളരെ മോശം. എന്തുകൊണ്ടാണ് വളരെ മോശം? വളരെ മോശം. ഈ അമ്പലം കൊള്ളയും അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ കൊട്ടുണ്ടില്ലേ, അതിനനുസരിച്ചുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ മോശം എന്ന് പറയാൻ കാരണം? ഇതന്നെ മോശം എന്ന് പറയുന്നത്. ഭരണം മഹാമോശമാണ്. അപ്പൊ ഇത് കണ്ടില്ലോ, കേരളത്തിൽ ഇനി അവിടെ കിട്ടാതെ ബാക്കിയില്ലല്ലോ ഈ UDF-ന് കിട്ടാൻ കാരണം തന്നെ ഇതാണ്. അവരെ ഭരണം മോശം കൊണ്ടാണ് കിട്ടിയത്. ഓക്കെ, എനിക്കെന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഈ റിസൾട്ട് തന്നെ കണ്ടാൽ അറിയാലോ എന്താന്നുള്ളത്. വളരെ മോശമുള്ള ഒരു സിറ്റുവേഷനാണ്. BJP ആയിട്ടൊക്കെ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ സംഭവിച്ചത്. ഇത് പൊതുവെ നമ്മളെ ഈ CPM-ന്റെ ഭരണം വളരെ മോശമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇങ്ങനെ UDF-ന് നേരെ വോട്ടൊക്കെ വരാൻ സാധ്യത വന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വളരെ മോശം ഭരണം, അതന്നെ വളരെ മോശം ഭരണമായിരുന്നു. ഭരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂട്ടിക്കണമെങ്കിലും ഇതിനിപ്പോൾ കൂടുതൽ വിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 5000-ന് മേലെ കൊടുക്കണം. 15 കൊല്ലം കഴിഞ്ഞ വണ്ടിൻ്റെ. അതിനൊന്നും ഇപ്പോൾ ഒരു പ്രതികരണമില്ല. നിങ്ങൾ വണ്ടീന്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടീൻ്റെ കാര്യം അതുകൊണ്ട് അല്ല, ഞാൻ ഭരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭരണം വരുന്നത് സാധാമാരി തന്നെയാണ്, കുഴപ്പമില്ല, പോകുന്നുണ്ട്. സാധാമാരി തന്നെയാണ്. നമുക്ക് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. വണ്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് അതല്ലേ കേന്ദ്ര സർക്കാർ കൂട്ടിക്കണമെങ്കിലും പിന്നെ ഇവരൊന്നും കേരള സർക്കാർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിനെ പറ്റി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഓരോരോ അടിയാവും. ഇപ്പം ഈ നിയമസഭ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു അടി വന്നതെന്ന് പ്രതീക്ഷിക്കണം.
കുഴപ്പമില്ല. ആ. നല്ല നല്ല സർക്കാരാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ. എല്ലാ ആളിനെ എല്ലാം സൂപ്പറായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനിയും വീണ്ടും വരണോ? വരണം ആയിക്കോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. വന്നിട്ടൊന്നും കുഴപ്പമില്ല. നല്ലതാണോ? കുഴപ്പമില്ല. മരണം പോരാ. എല്ലാവരും ബുദ്ധിമുട്ടാണ്, എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ക്ഷേമനിധിയെ കണ്ടില്ലേ, നിർത്തി വെച്ച ക്ഷേമനിധി ഒന്നായിട്ട് അടക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലത്തെ എല്ലാ മേഖലയിലും വെള്ള പൈസ നമ്മൾ ആകെ 40 രൂപ വെള്ളത്തിന്റെ പൈസ ഇപ്പോൾ 178 രൂപ അടക്കുന്നുണ്ട്. ഇതുപോലെ ഭരണം എങ്ങനെയുണ്ട്? ഭരണം ഇതന്നെയുള്ള സ്ഥിതി, വളരെ മോശമല്ലേ? ഭരണം വളരെ വീക്കാ. ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഭരണം പോകുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ജനങ്ങൾ മാറി ചിന്തിച്ചേ. ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയോണ്ടാണ് മാറി ചിന്തിച്ചത്. സാധാരണക്കാർക്ക് പറ്റില്ല എന്ന് പറയാൻ. സാധാരണക്കാർക്ക് പറ്റൂല. സാധാരണക്കാർക്ക് എല്ലാ മേഖലയിലും വില കയറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ആകെ ഇപ്പൊ തിരിച്ചു കുത്തിയില്ലേ. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ എങ്ങനെ പെൻഷൻ തരുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടിയ സമയമൊന്നുമില്ല, കിട്ടണമാതിരി തരുന്നുണ്ട്. ഈ ഒരു പെൻഷൻ കൊണ്ട് കാര്യമില്ലല്ലോ. മൂപ്പരെ പെരുന്നെടുത്തിരുന്നല്ലോ പെൻഷൻ. സാധാരണക്കാരന്റെ നികുതി പഠനം എടുത്തിരല്ലേ, അല്ലാത്ത പെൻഷൻ കിട്ടണങ്ങനെ. എങ്ങനെയുണ്ട് പിണറായി സർക്കാരിന്റെ ഭരണം എന്നതിന് മലപ്പുറത്തുകാരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.